ഓക്കെ നന്ദു, നമുക്ക് 2 മിനിറ്റ് കൂടിയുള്ളൂ. ഇപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ മറ്റു ചില മെഡിക്കൽ കോളേജുകളിലെ ചെറിയ ചെറിയ വീഴ്ചകളെല്ലാം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ആരോഗ്യരംഗം മൊത്തം കുത്തഴിഞ്ഞു കിടക്കുകയാണ്, ഇവിടെ ഒന്നും ശരിയാവുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഇല്ല, അതിനകത്ത് നമ്മളതിന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമമാണ് നടന്നിരുന്നതെങ്കിൽ നമ്മളിത് ഇന്നല്ല ഒരു ഡോക്ടർ പോസ്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ. അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമമായിരുന്നുവെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുജന രോഷം പൊന്തി വരികയാണ്. അതിനെ മൂടി വയ്ക്കാൻ ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും CPM സാധിക്കില്ല. നമ്മളൊരു കാര്യം, ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ, അദ്ദേഹം ഒരു യുവജന സംഘടനാ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വസ്തുതകൾ വളച്ചൊടിക്കുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ദോഷവശങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാവും. അത് അദ്ദേഹം മനസ്സിലാക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ ഇന്നും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനകത്ത് പോയി കഴിഞ്ഞാൽ ഇന്നും രോഗികളെ കൊണ്ടുപോകുന്ന വീൽ ചെയറുകളുടെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ആധുനികവൽക്കരിച്ചു. അദ്ദേഹം കോടിക്കണക്കിന് 50,000-60,000 കോടി രൂപയുടെ ഒക്കെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ കോടികളൊക്കെ ആരുടെ കൈകളിലേക്കാണ്, ആരുടെ പോക്കറ്റുകളിലേക്കാണ് പോയത് എന്ന് അദ്ദേഹം പറയുന്നില്ല. കാരണം അവിടെ അടിസ്ഥാന സൗകര്യം ഇന്നും നമ്മൾ തിരുവനന്തപുരം ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അവിടെ ഒരു ബെഡിനകത്ത് 4 പേര് കിടക്കുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ICUവിൽ പോലും താഴെ രോഗികളെ കിടത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ന് തിരുവനന്തപുരം ഈ പറയുന്ന മെഡിക്കൽ കോളേജിനകത്ത് ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പേവിഷബാധ, പട്ടി കടിച്ച് പേവിഷബാധയ്ക്ക് കുത്തിവെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലുകളിൽ മെഡിസിൻ ഇല്ലാത്തൊരു സാഹചര്യം. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല, BJPയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ പറയട്ടെ അപ്പൊ നോക്കാം. അതൊരു ധാർഷ്ട്യമാണ്. ജനങ്ങളോടുള്ള പറഞ്ഞത് ജനങ്ങളാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞത്. ജനങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേഡിയുടെ കാര്യം പറഞ്ഞത് അവരുടെ സഹോദരിയാണ്. പറയുന്ന കാര്യത്തെ പോലും വകവയ്ക്കാൻ കേരളത്തിലെ LDF സർക്കാർ തയ്യാറില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വിഷമകരമായ സാഹചര്യം.